ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പ്രതിരോധിച്ച മന്ത്രിമാർ രംഗത്ത് ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുന്ന മന്ത്രിയാണ് വീണ ജോർജ് എന്ന് മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസും വി ശിവൻകുട്ടിയും പറഞ്ഞു. വീണ ജോർജിനെ വ്യക്തിപരമായി ആക്രമിച്ചു തകർക്കാനുള്ള ശ്രമം നടക്കില്ലെന്നും അതിനെ പ്രതിരോധിക്കാനുള്ള കരുത്ത് കേരളത്തിലെ CPIM-നുണ്ടെന്നുമാണ് മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. വീണ ജോർജ് ആരോഗ്യമേഖലയ്ക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്ന മന്ത്രിയെന്ന് മന്ത്രി ആർ ബിന്ദുവും പറഞ്ഞു. വളരെ അപലപനീയമാണ് ഇങ്ങനെ ഈ വ്യക്തിപരമായിട്ടൊക്കെ ആക്രമിക്കുന്ന രീതികൾ. അപ്പോൾ മന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള കൃത്യവിലോപമൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. വളരെയധികം കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ്. രാപ്പകൽ അധ്വാനിച്ചുകൊണ്ടാണ് അവർ ഈ ആരോഗ്യ മേഖലയിലെ ഓരോ വിഷയത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു മന്ത്രിയെ ഒറ്റതിരിഞ്ഞിങ്ങനെ ആക്രമിക്കുന്നത് ഒട്ടും തന്നെ ശരിയല്ല എന്നുള്ള അഭിപ്രായം അതിശക്തമായിട്ട് പറയാണ്. കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, ഗുഡ് ഈവനിങ്. സഹമന്ത്രിമാർ മന്ത്രിക്ക് എല്ലാ പിന്തുണയുമായി എത്തിയിരിക്കുകയാണ്. ഇത് സംഭവിച്ച ഒരു അപകടം സംഭവിക്കാൻ പാടില്ലാതിരുന്ന കാര്യം, അതിന് മന്ത്രിയെ വ്യക്തിപരമായി ആക്രമിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണല്ലോ മന്ത്രിമാർ പറയുന്നത്. ഗുഡ് ഈവനിങ് ക്രിസ്റ്റിന. എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ച അപകടമരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധമാണ് ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ ഉയരുന്നത്, സംസ്ഥാന സർക്കാരിനെതിരെയും എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം സംസ്ഥാനത്തെ മന്ത്രിമാരൊന്നടക്കം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് കവചം തീർക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെ നേരിട്ടും ആരോഗ്യമന്ത്രിക്ക് പിന്തുണ അറിയിച്ച മറ്റ് വകുപ്പ് മന്ത്രിമാർ രംഗത്തെത്തുന്നു എന്നുള്ളതാണ്. മുഹമ്മദ് റിയാസ് ആണ് സോഷ്യൽ മീഡിയയിലൂടെ അല്പസമയം മുമ്പ് പ്രതികരിച്ച് രംഗത്തെത്തിയത്. ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വവും നല്ല മിടുക്കോടുകൂടി നടത്തുന്ന ഒരാളാണ് മന്ത്രി വീണ ജോർജ്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപം ഉയർത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. അതിനെ CPM ശക്തമായി ചെറുക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് മന്ത്രിയുടെ പോസ്റ്റ്. കാരണം രാജ്യത്തെ അടക്കം പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും മികച്ചതായി കൊണ്ടുപോകുന്ന ഒരു വകുപ്പാണ് ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പിന് കിട്ടിയ പുരസ്കാരങ്ങൾ അടക്കം എണ്ണി അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രി വി ശിവൻകുട്ടിയും സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പരസ്യമായി മന്ത്രിക്ക് പിന്തുണ അറിയിച്ച രംഗത്തെത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. വസ്തുതകൾ ചിലർ വളച്ചൊടിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ആരോഗ്യ മേഖലയ്ക്ക് വലിയ സംഭാവനകൾ, വലിയ കഠിനാധ്വാനങ്ങൾ നൽകുന്ന ഒരു മന്ത്രി കൂടിയാണ് വീണ ജോർജ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നൊരു സാഹചര്യമുണ്ടായി. മന്ത്രി സജി ചെറിയാൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. എന്തായാലും വീണ ജോർജ് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്ന മന്ത്രി എന്ന് മന്ത്രി ആർ ബിന്ദുവും പ്രതികരിച്ചു. വീണ ജോർജിനെ വ്യക്തിപരമായി ആക്രമിച്ചു തകർക്കുവാനുള്ള ശ്രമം ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ളതാണ് മന്ത്രി സജി ചെറിയാനും പറഞ്ഞു വെക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ ഈ അപകടമരണവുമായി ബന്ധപ്പെട്ടുണ്ടാകുമ്പോൾ മന്ത്രി വീണ ജോർജിന് പരസ്യമായി തന്നെ പിന്തുണ അറിയിച്ച് മറ്റ് വകുപ്പ് മന്ത്രിമാർ രംഗത്തെത്തുകയാണ്. ക്രിസ്റ്റീന. റിനു, ഈ വകുപ്പ് മന്ത്രിമാരുടെ ഒരു പിന്തുണ മന്ത്രിക്ക് ലഭിക്കുന്നു, അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിയുടെ സുരക്ഷ കൂട്ടിയിട്ടുമുണ്ടല്ലോ. തീർച്ചയായും. അതായത് വലിയ പ്രതിഷേധങ്ങൾ നമുക്കറിയാം. രാവിലെ മുതൽ മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഇടതടവില്ലാതെ വലിയ രീതിയിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ യൂത്ത് ലീഗ് അടക്കം അതുപോലെ തന്നെ BJP അടക്കം വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മന്ത്രിയുടെ പരിപാടികൾ നിലവിൽ തിരുവനന്തപുരത്ത് നിന്ന് ഇല്ല എന്നുള്ളതാണ്. ഔദ്യോഗിക പരിപാടികളൊന്നും തന്നെ മറ്റു പരിപാടികളൊന്നും തന്നെ മാറ്റിവെച്ചിട്ടില്ല. ഇന്ന് മറ്റു പരിപാടികളൊന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷേ മന്ത്രിക്ക് അധികമായി പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ട് അതീവ സുരക്ഷ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്പസമയം മുമ്പാണ് MV ഗോവിന്ദൻ മാസ്റ്റർ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് സംസാരിച്ച് വലിയ രീതിയിലുള്ള പിന്തുണ വീണ ജോർജിന് നൽകിയത്. സർക്കാർ ഒപ്പമുണ്ട്, CPM ഒപ്പമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും സർക്കാരും മന്ത്രിക്ക് ഒപ്പം ഉണ്ട് എന്ന് തന്നെയാണ്. കാരണം മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസും BJP-യും എല്ലാം യുവമോർച്ച അടക്കമുള്ള സംഘടനകൾ, യൂത്ത് ലീഗ് അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലേക്ക് എത്തിയത്. അനക്സ 2 മന്ത്രിയുടെ ഓഫീസാണ്. അവിടെ മഹിളാ മോർച്ചയുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു. മന്ത്രി എങ്ങോട്ടിറങ്ങിയാലും വലിയ പ്രതിഷേധം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ സുരക്ഷയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ക്രിസ്റ്റിന. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത് റിനു ശ്രീധർ.